ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വയനാട് കണ്ടിരിക്കേണ്ട 20 സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇന്നത്തെ സമകാലികത്തിൽ നമ്മൾ വയനാട് ടൂറിസത്തിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വയനാട് കണ്ടിരിക്കേണ്ട 20 സ്പോട്ടുകളൊന്ന് നോക്കാം. ഫസ്റ്റ് പ്ലേസ് ലക്കടി വ്യൂ പോയിന്റ്. വയനാടിൻ്റെ കവാടം എന്നാണ് ഈ ലക്കടി വ്യൂ പോയിന്റ് അറിയപ്പെടുന്നത്. താമരശ്ശേരി ചുരത്തിൻ്റെ 9ാം വളവാണ് ഈ ലക്കടി വ്യൂ പോയിന്റ്. വളരെയധികം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ലക്കടി വ്യൂ പോയിന്റ് ആണ്. സെക്കൻഡ് പ്ലേസ് പൂക്കോട് ലേക്ക്. ലക്കടി വ്യൂ പോയിന്റിൽ നിന്ന് എബൌട്ട് ഒരു 4 കിലോമീറ്റർ അകലെയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇടതൂർന്ന വനങ്ങൾക്കിടയിലുള്ള ബോട്ട് സവാരി വളരെയധികം രസകരമായ ഒന്നാണ്. വളരെ മനോഹരമായ ഈ ബോട്ട് സർവീസിന്റെ ഫീസ് വരുന്നത് അഡൽട്ടിന് 40 റുപ്പീസും ചൈൽഡിന് 30 റുപ്പീസുമാണ്. തേർഡ് പ്ലേസ് എണ്ണൂര് പൈതൃക ഗ്രാമം. വയനാടിന്റെ തനതായ ഗ്രാമങ്ങളും ഗ്രാമ കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലക്കടി വ്യൂ പോയിന്റിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് എണ്ണൂര് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ടൈമിംഗ് 9 മണി തൊട്ട് 5 മണി വരെയാണ്. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഇവിടെ. ട്രൈബ്സിന്റെ കാട്ടുതേൻ, മുളയരി, കരകൗശല വസ്തുക്കളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയാവുന്നതാണ്. ഫോർത്ത് പ്ലേസ് വരുന്നത് എടക്കൽ ഗുഹയാണ് കേട്ടോ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മലയിലെ 2 പ്രകൃതിജന്യമായ ഗുഹകളാണ് ഈ എടക്കൽ ഗുഹകൾ. ഫിഫ്ത്ത് സ്പോട്ട് വയനാട്ടിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് കേട്ടോ. ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് എർത്ത് ഡാം ആണ് കേട്ടോ ബാണാസുര സാഗർ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 4 ദിക്കിലും മലകൾ കോട്ട പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 6ാമത്തെ സ്ഥലം മീൻമുട്ടി വെള്ളച്ചാട്ടം. കേരളത്തിലെ 2ാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. മലകയറ്റക്കാർക്കും സാഹസികർക്കും ഇഷ്ടപ്പെടുന്ന ഒരിടമാണ് കേട്ടോ ഇവിടെ. കൽപ്പറ്റയിൽ നിന്ന് 29 കിലോമീറ്റർ അകലെയാണ് വയനാട്ടിലെ മനോഹരമായ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 7th സ്പോട്ട് വരുന്നത് കുറുവാദ്വീപ്. വയനാട് ജില്ലയിലെ മാനന്തവാടി പട്ടണത്തിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയാണ് കുറുവാദ്വീപ്. 150ഓളം ചെറുദ്വീപുകളുടെ ഒരു കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കബനിപ്പുഴയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വേഴാമ്പലുകളുടെയും തത്തകളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് ഇവിടെ. 8th പ്ലേസ് വയനാട്ടിലെ കാന്തൻപാറ വെള്ളച്ചാട്ടം. ഒരു കുട്ടി വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. ഇവിടെ വിസിറ്റിംഗ് ടൈം 9 മണി മുതൽ 4:30 വരെയാണ്. സൂചിപ്പാറ വാട്ടർഫോൾസ്. മനോഹരമായ ഈ വെള്ളച്ചാട്ടം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. 10th പ്ലേസ് കാരാപ്പുഴ ഡാം. വയനാട് ജില്ലയിലെ കാരാപ്പുഴ എന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 63 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ കാരാപ്പുഴ ഡാമിലാണ് കേട്ടോ. 11th സ്പോട്ട് വൈത്തിരി. ധാരാളം റിസോർട്ടും വയനാടിന്റെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ വൈത്തിരി. 12th പ്ലേസ് ചെമ്പ്ര പീക്ക്. വൈത്തിരിയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് ചെമ്പ്ര പീക്ക് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് കേട്ടോ ഈ ചെമ്പ്ര പീക്ക്. ഇവിടുത്തെ നിന്നുള്ള വ്യൂ ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെ ഇവിടെ ട്രക്കിങ്ങും ഉണ്ട്. 750 റുപ്പീസാണ് ട്രക്കിങ്ങിന് വരുന്നത്. 13ാമത്തെ സ്പോട്ടാണ് കേട്ടോ പഴശ്ശി സ്മാരകം. മാനന്തവാടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് ഈ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വിസിറ്റിംഗ് ടൈം 9 AM to 5 PM ആണ്. എൻട്രി ഫീസ് 10 Rs കുട്ടികൾക്കും അഡൾട്ടിന് 20 രൂപയുമാണ്. ഇതിനോട് ചേർന്ന് പഴശ്ശി മ്യൂസിയവും ഉണ്ട്. 14ാമത്തെ സ്പോട്ട് വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള തിരുനെൽ ക്ഷേത്രമാണ് കേട്ടോ. മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എബൌട്ട് ഒരു 3000 വർഷത്തോളം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. 15ാമത്തെ സ്പോട്ട് പക്ഷിപ്പാതാളമാണ്. വയനാട്ടിലെ ഫസ്റ്റ് എക്കോ ടൂറിസമാണ് കേട്ടോ ഈ പക്ഷിപ്പാതാളം. നിരവധി പക്ഷിവർഗ്ഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ. എൻട്രി ടൈം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. 16ാമത്തെ സ്പോട്ട് ഇരപ്പു വെള്ളച്ചാട്ടം. 17ാമത്തെ സ്പോട്ട് ബ്രഹ്മഗിരി മലനിരകൾ.
ഫോറസ്റ്റിൻ്റെ അനുമതി മുൻകൂട്ടി വാങ്ങി നമുക്കിവിടെ ട്രക്കിങ്ങിന് പോകാവുന്നതാണ്. വൈൽഡ് ആനിമൽസിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടം. 275 പെർ ഹെഡ് ഇവിടെ ട്രക്കിംഗ് ഫീസ് വരുന്നത്. 18ാമത്തെ സ്പോട്ടാണ് സുൽത്താൻ ബത്തേരി. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു മേഖലയാണ് കേട്ടോ ഇവിടം. ഇവിടെ തന്നെ ഒരു ജൈന ക്ഷേത്രവും വാസ്തുവിദ്യ പ്രകാരമുള്ള ഒരു ജൈന ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. 19ാമത്തെ സ്പോട്ട് വരുന്നത് മാനന്തവാടി. സമുദ്രനിരപ്പിൽ നിന്ന് 2570 അടി ഉയരത്തിലാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ മാനന്തവാടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ 20ാമത്തെ സ്പോട്ടാണ് മേപ്പാടി. ഇവിടെ ഒരു ഹൃദയാകൃതിയിൽ ഒരു ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. വിസിറ്റിംഗ് ടൈം 7 മണി മുതൽ 3 മണി വരെയാണ്. ഉരുൾപൊട്ടൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത ഒരു മേഖലയാണ് കേട്ടോ ഈ മേപ്പാടി. അപ്പോൾ അവിടെ ഇപ്പോൾ ടൂറിസത്തിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ 20 ടൂറിസ്റ്റ് പ്ലേസസ് നമ്മുടെ വയനാട്ടിലെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി. ടാറ്റാ ബൈ.